എക്കാലവും ചൈനീസ് താല്പര്യങ്ങളായിരുന്നു ഇന്ത്യയെ നശിച്ചു കാണുക എന്നുള്ളത്. അതിനിടക്കാലത്ത് ചൈന കൂട്ടുപിടിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ചൈനീസ് താല്പര്യം സംരക്ഷിക്കുക, പാകിസ്ഥാൻ താല്പര്യം സംരക്ഷിക്കുക, അതുവഴി കേരളത്തിൽ ലഭ്യമായ പരമാവധി വർഗീയ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് തകർന്നു പോകുന്ന കമ്മ്യൂണിസത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയം ഊന്നൽ നൽകുന്നത്. നോക്കൂ, ഇക്കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തന്നെ പറയുന്നത് എന്താണ്? കമ്മ്യൂണിസം എവിടെ അവസാനിച്ചു, മതമൗലികവാദം ഈ പാർട്ടിയിൽ എവിടെ ആരംഭിച്ചു എന്ന് പറയാനാവാത്ത വിധത്തിൽ ഇടപഴകി കഴിഞ്ഞിരിക്കുന്നു, ഇണ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വികാര വിചാരങ്ങളെയാണ് പാർട്ടി ഒപ്പിയെടുക്കുന്നത്. പറയുന്നത് ജി സുധാകരനെ പോലെയുള്ള, തോമസ് ഐസക്കിനെ പോലെയുള്ള നിഷ്കാസിതരായ നേതാക്കന്മാരുടെ സ്ഥാനത്തേക്ക് വന്നു കയറിയിരിക്കുന്ന പാർട്ടി നേതാക്കന്മാരെ ആശ്രയിച്ചു നോക്കൂ. ഇന്ന് കോൺഗ്രസും CPM-ഉം ഒരേപോലെ പ്രവർത്തിച്ച് വിജയിക്കാൻ വേണ്ടി കൂട്ടുപിടിക്കുന്നത് ഈ ഉപകാര സ്മരണയിൽ അവർ ഇന്ന് രാജ്യവിരുദ്ധ ശക്തികളെയാണ്, മതമൗലിക ജാതി ശക്തികളുമായിട്ടാണ് അവർ ഇടപെടഞ്ഞിരിക്കുന്നത്, അവരിന്ന് കൂട്ടുപിടിച്ചിരിക്കുന്നത്, അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കോട്ടയം, ഇടുക്കി, അല്ലെങ്കിൽ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ വർദ്ധിച്ചു വരുന്ന മതമൗലികവാദ ശക്തികളാണ് ഈ രണ്ട് പാർട്ടിയുടെയും പുറകിലുള്ള ചാലക ശക്തികൾ. അവരുടെ പിന്തുണയോടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന MP ഉൾപ്പെടെയുള്ള ആളുകൾ വിജയിച്ചു കയറിയിരിക്കുന്നത്. ആ ഉപകാര സ്മരണ ചെയ്യാതിരിക്കാൻ അവർക്ക് സാധിക്കുമോ?